ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണ്? മിനി ബുക്ക് എന്നും പറയാം, പോക്കറ്റ് ബുക്ക് എന്നും പറയാം. അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഇത് A4 ഷീറ്റും കളർ പേപ്പറും ഗ്ലൂവും ഒക്കെയാണ്. ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കണം. മടക്കിയ ഭാഗം നൂർത്തിയിട്ട് വീണ്ടും ഒന്നും കൂടി മടക്കണം ഇതുപോലെ. അങ്ങനെ 4 തവണ നമ്മൾ മടക്കണം. ഗായ്സ്, നിങ്ങൾ എല്ലാവരും ഇതുപോലെ മടക്കിയോ ഗായ്സ്? മടക്കിയതിന് ശേഷം നമുക്ക് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 4 പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. മുറിച്ച് വെച്ചിരിക്കുന്ന പേപ്പറിൽ നിന്ന് ഒരു പീസ് എടുത്ത് അതിനെ ഇതുപോലെ രണ്ടാക്കി മടക്കുക. വീണ്ടും ഒന്നും കൂടി മടക്കുക, വീണ്ടും ഒന്നും കൂടി മടക്കുക. അങ്ങനെ 3 തവണ നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. അത് നൂർത്തി നോക്കിയാൽ 8 പീസായി വരണം. ഇതുപോലെ 1 2 3 4 5 6 7 8. ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന 3 പീസ് ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ എല്ലാ പേപ്പറും മടക്കിയെടുത്തിട്ടുണ്ട്. മടക്കിയെടുത്ത പേപ്പറെല്ലാം നൂർത്തിയതിന് ശേഷം നമുക്ക് അതിലേക്ക് പശ തേച്ച് കൊടുക്കാം. ചിത്രത്തിൽ കാണുന്ന പോലെ വേണം നമ്മൾ പശ തേക്കാൻ. ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ചിട്ട് വേണം പശ തേക്കാൻ. ലാസ്റ്റ് ഭാഗത്തിലാണ് നമ്മൾ പശ തേക്കുന്നത്. അങ്ങനെ 4 പീസ് നമ്മൾ പശ തേച്ച് ഒട്ടിക്കുന്നു. ഗായ്സ്, നിങ്ങൾ പശ തേച്ച് ഒട്ടിച്ചോ? ഇനി ഈ പേപ്പറിനെ നമുക്ക് സിഗ്സാഗ് രീതിയിൽ മടക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചുമാണ് നമുക്ക് മടക്കിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ എല്ലാം മടക്കിയെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് പശ തേക്കണം. ഇതുപോലെ ഒരു പേജ് എടുത്ത് അതിലേക്ക് പശ തേച്ച് ഒട്ടിക്കുക. എന്നിട്ട് അത് രണ്ടും കൂടി ഒട്ടിക്കുക. വീണ്ടും അടുത്തതിലേക്ക് പശ തേച്ച് വീണ്ടും ഒട്ടിക്കുക. അങ്ങനെ ഒരു സൈഡ് മാത്രം പശ തേച്ച് ഒട്ടിച്ചാൽ മതി. അങ്ങനെ പശ തേച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ പശയായിട്ടുള്ളൂ, മറുഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ബുക്കിൻ്റെ ഉള്ളിലുള്ള പേജ് നമ്മൾ റെഡിയാക്കി. ഇനി ബുക്കിൻ്റെ ചട്ടയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ചട്ടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒരു കളർ പേപ്പർ എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുക്കാം. അതിന് ഇതുപോലെ രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 4 ആക്കിയിട്ടാണ് ഇത് മടക്കുന്നത്. ഇതിൽ ഒരു പീസ് മതി നമുക്ക് ഒരു ബുക്ക് ഉണ്ടാക്കാൻ. നമുക്ക് ഇതിൽ ഒരു പീസ് എടുത്ത് മുറിച്ച് മാറ്റാം. ഇനി ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനെ രണ്ടാക്കി വീണ്ടും മടക്കുക. നൂർത്തിയതിന് ശേഷം ഈ മടക്കം വരുന്നതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഒരു മടക്കം കൂടി മടക്കാം. അങ്ങനെ 2 സൈഡ് നമ്മൾ മടക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ബുക്ക് വെച്ച് നോക്കാം. കറക്റ്റാണ് പറഞ്ഞാൽ നമുക്കത് പശ തേച്ച് ഒട്ടിക്കാം.
ഇനി ഇതാ ഞാൻ പശ തേച്ച് ഒട്ടിക്കാൻ പോവുകയാണ്. അങ്ങനെ പശ തേച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് രണ്ടാക്കി വീണ്ടും മടക്കണം. രണ്ടാക്കി മടക്കുമ്പോൾ മേലത്തെ ഭാഗത്തുനിന്ന് തൊട്ട് താഴെയായിട്ട് വേണം മടക്കാൻ. ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ് നമ്മൾ മടക്കേണ്ടത്. അതേപോലെ അത് തിരിച്ച് വീണ്ടും ഇതുപോലെ തൊട്ട് താഴെയായിട്ട് ഒരു മടക്കും കൂടി മടക്കാൻ. ഇത് ബുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മടക്കുന്നത്. ഇതാ കണ്ടോ, നമ്മളൊരു ബുക്കിൻ്റെ ലുക്ക് പോലെ തോന്നുന്നത് ഒരു ഫയലിൻ്റെ ലുക്കൊക്കെ ഇല്ലേ, ഇതുപോലെയാണ് കേട്ടോ. രണ്ടറ്റവും ഒരുപോലെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ്ടില്ലേ, ഇതിൻ്റെ നടുവിൽ നമ്മൾ പശ തേച്ചിട്ട് നമുക്ക് ബുക്ക് ഇതിൽ ഒട്ടിക്കാം. അത് ഒട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, ഒട്ടു പിടിച്ചുള്ള ഭാഗം മാത്രമേ നമ്മൾ ഒട്ടിക്കാൻ പാടുള്ളൂ. ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിൽ ഒരു പേജ് എടുത്ത് ഈ ബാക്കി വന്നിരിക്കുന്ന പീസ് ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് പശ തേച്ച് ഒട്ടിക്കാം. അങ്ങനെ നമ്മുടെ പോക്കറ്റ് ബുക്ക് മിനി ബുക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അങ്ങനെ 2-3 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരെണ്ണം മോള് വേണം പറഞ്ഞ് മോള് എടുക്കുന്നുണ്ട് കേട്ടോ. ഇടയിൽ കൂടെ മോള് വന്ന് മോളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മോളുടെ കൈയൊക്കെ ഇപ്പോൾ കാണാം. ഞാൻ ചൂസ് ചെയ്ത കളർ ബ്ലൂ ആണ്. എനിക്കിഷ്ടപ്പെട്ടതിനെടുത്തു. എന്നിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള പിക്ചർ അതിൻ്റെ മുമ്പിൽ വരച്ചു കൊടുത്തു. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള പിക്ചറൊക്കെ ഒട്ടിക്കുക വരയ്ക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനൊരു ബുക്കിൽ ഇതുപോലെ ഹോളൊക്കെ ഇട്ടതിന് ശേഷം ഒരു ചെറിയൊരു ചെയിൻ തൂക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫിംഗറിൽ തൂക്കുന്ന പോലെ നമ്മൾ കീ ചെയിനൊക്കെ യൂസ് ചെയ്യില്ല, അതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് കേട്ടോ മോൾ എടുത്തിരിക്കുന്നത്. ഞാൻ ബാക്കിയുള്ളൊരു സിമ്പിളായിട്ടുള്ള ലുക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഗിൽറ്റർ പെൻ ഉപയോഗിച്ച് സിമ്പിളായിട്ടാണ് കേട്ടോ ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഡിസൈനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാട്ടോ മോളുടെ ബുക്കൊക്കെ എടുത്തു. ഇതാണ് മോള് വരച്ച പിക്ചർ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു. അപ്പോൾ ബൈ ബൈ, സീ